മാംഗോ ജ്യൂസ് തണുപ്പുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണിത്. ഇന്നൊരു സ്പെഷ്യൽ യാത്രയാണ്. ഇന്നത്തെ യാത്ര സ്പെഷ്യലാണെന്ന് പറയാൻ കാര്യം, ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് തിരൂരിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്ക്. സ്റ്റേഷൻ്റെ ഫ്രണ്ടെല്ലാം കണ്ടില്ലേ, ഇത് ഇവിടെയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനിലും പോയാൽ കാണാവുന്ന കാഴ്ച തന്നെയാണിത്. അമൃത് ഭാരതിൻ്റെ കീഴിലുള്ള പ്രൊജക്റ്റാണ്. ഇതൊക്കെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ വേറൊരു ലെവലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇതുവഴിയാണ് ഇപ്പം മെയിൻ എൻട്രി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം തിരക്കൊന്നുമില്ല കേട്ടോ. സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്ന കാരണം ഇതേമാതിരിയുള്ള മിഷൻ വഴിയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. തിരൂർ വരെ 30 രൂപയായി കോഴിക്കോട് നിന്ന് എക്സ്പ്രസ് ട്രെയിൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനായ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുമെന്നാണ് ഡിസ്പ്ലേയിൽ കണ്ടത്. ട്രെയിൻ നമ്പർ 1665 മംഗലാപുരത്ത് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇന്നത്തെ യാത്ര സ്പെഷ്യൽ ആകാനുള്ള കാര്യം എന്താണെന്നറിയാമോ? 164 വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ റൂട്ടാണ് ഈ ബേപ്പൂരിൽ നിന്നും തിരൂര് വരെയുള്ള റൂട്ട്. അപ്പോൾ ആ റൂട്ടിലൂടെ ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇപ്പോൾ യാത്ര ചെയ്യുന്ന കോഴിക്കോട് നിന്ന് തിരൂര് വരെ. തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ് ആണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് കോഴിക്കോട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ട്രെയിനിലാണ് ഇന്ന് തിരൂര് വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കറക്റ്റ് 9 മിനിറ്റ് ലേറ്റായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ വരുന്നത് ഫറൂഖാണ്. തിരൂരിനും കോഴിക്കോടിനും ഇടയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 4 സ്റ്റേഷനുകളുണ്ട്. ഫസ്റ്റ് വരുന്നത് ഫറൂഖ്, വള്ളിക്കുന്ന്, പരപ്പനങ്ങാടി, താനൂർ. അതിനുശേഷം വരുന്ന സ്റ്റേഷനാണ് തിരൂർ. അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷൻ ഫറൂഖ്. ഏറനാട് എക്സ്പ്രസിൻ്റെ ജനറൽ കോച്ചാണ്. കോഴിക്കോട് നിന്ന് കയറി ഇരിക്കാൻ സീറ്റൊന്നുമില്ല, പക്ഷേ വലിയ റഷൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. തിരൂർ വരെ മിക്കവാറും നിന്ന് യാത്ര ചെയ്യേണ്ടി വരും. നമുക്കിനി ഈ റൂട്ടിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് ബേപ്പൂരിൽ നിന്ന് തിരൂര് വരെയുള്ള റെയിൽപാത. 1861 മാർച്ച് 12-നാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ബേപ്പൂരിലെ ചാലിയം മുതൽ തിരൂര് വരെയാണ് ഫസ്റ്റ് യാത്ര. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 164 വർഷമെങ്കിലും ആയി കാണും. ആ ഒരു കാലത്ത് മലബാർ മൊത്തം മദ്രാസ് സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് റെയിൽവേ ട്രാക്ക് പണിതത് മദ്രാസ് റെയിൽ കമ്പനിയായിരുന്നു. ഇവിടെ കുറേ സ്മാരകന്മാരി പുകക്കൊഴലുമാരി പൊങ്ങിയിരിക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടു. ഇത് പണ്ടത്തെ കുറേ വോട്ട് കമ്പനിയായിരുന്നു. ഫറൂഖ് എത്തുന്നതിന് മുമ്പേയുള്ള കാഴ്ചയാണ്. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും കണ്ടില്ലേ, കുറേ വോട്ട് കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പ്രവർത്തനക്ഷമമല്ല. പഴയ ഒരു സ്മാരകം പോലെ 2 സൈഡിലും ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഇതൊക്കെ.
ട്രെയിൻ ഇപ്പോൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നെത്തിയിരിക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞുള്ള ഫസ്റ്റ് സ്റ്റേഷനാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു NST 5 കാറ്റഗറിയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് വലുതായിട്ട് റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ അല്ല. ഇവിടെ മൊത്തം 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനാണിത്. ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വീണ്ടും നമുക്കൊന്ന് പോവാം. 164 വർഷങ്ങൾക്ക് മുമ്പേ, കൃത്യമായി പറഞ്ഞ 1861 മാർച്ച് 12 ആദ്യത്തെ റെയിൽവേ ലൈൻ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേ ഭാരതായ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് അതിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മൾ കണ്ടതാണ്. ട്രാക്കിൻ്റെ 2 സൈഡിലും ട്രെയിനെ സ്വീകരിക്കാനും ട്രെയിൻ ഒന്ന് കാണുവാനും ആൾക്കാരുടെയും ജനങ്ങളിലേക്ക് തിരക്കും സ്വീകരണമൊക്കെ അതേപോലെ തന്നെയായിരുന്നു അന്നത്തെയും കാര്യം. അന്ന് ആദ്യത്തെ ട്രെയിൻ കാണുവാനും അതിനെ സ്വീകരിക്കാനും വൻ സ്വീകരണമാണ് അന്ന് ആ ട്രെയിന് കിട്ടിയത്. 2 സൈഡിൽ ആ ട്രെയിനെ കാണുവാനും ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നു. അന്ന് എങ്ങനെയാണോ വന്ദേ ഭാരതിനെ സ്വീകരിച്ചത് അതേപോലെയായിരുന്നു അന്ന് ആ ട്രെയിനെയും സ്വീകരിച്ചത്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ബേപ്പൂരിനും തിരൂരിനും ഇടയിൽ രണ്ടിൻ്റെ ഇടയിൽ റെയിൽവേ സ്റ്റേഷനുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. കടലുണ്ടിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു പക്ഷി സങ്കേതമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇതിനത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ കടലുണ്ടിയിലെ ഈ ബ്രിഡ്ജ് ഓർമ്മയുണ്ടോ? 2001 ജൂൺ 22 മംഗലാപുരത്തു നിന്ന് ചെന്നൈ വരെ പോയ മെയിൽ ഈ പുഴയിലേക്കാണ് അതിൻ്റെ 3 കോച്ചുകൾ പതിച്ചത്. അന്ന് ആ ആക്സിഡൻറ്റിൽ 59 പേർക്ക് ജീവഹാനി ഉണ്ടാവുകയും 300 പേർ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇന്ന് ഓർമ്മയുണ്ട്, ഒരു നല്ലൊരു മഴക്കാല സമയത്തായിരുന്നു. ഒരു ദുരന്തം പോലെയായിരുന്നു. കേരളത്തിൽ ഐലൻഡ് എക്സ്പ്രസ്സിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് തോന്നുന്നു. ഐലൻഡ് എക്സ്പ്രസ് ഇതേമാതിരിയല്ലായിരുന്നു, നേരെ അഷ്ടമുടി കായലിലേക്ക്. അതേണ്ടി ഈ കാണുന്ന ബ്രിഡ്ജായിരുന്നു തകർന്നു വീണത്. ഈ ബ്രിഡ്ജിൻ്റെ താഴേക്കായിരുന്നു അന്ന് 3 കോച്ചുകൾ പതിച്ചത്. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം റെക്കോർഡ് വേഗതയിലാണ് ഈ ബ്രിഡ്ജ് ഇന്ത്യൻ റെയിൽവേ പൂർത്തിയാക്കിയത്. ഈ കടന്നു വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്. ഇത് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന NST 6 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. വള്ളിക്കുന്നിൽ കുറച്ച് പാസഞ്ചറും റെയറായിട്ട് കുറച്ച് എക്സ്പ്രസ് ട്രെയിനുകൾക്കും മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്, ഏറനാട് എക്സ്പ്രസ്സിന്. ഇനി ഈ റെയിൽപാതയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ പോവാം. അന്ന് ഈ റെയിൽപാത ബേപ്പൂരിൽ നിന്ന് തിരൂർ വരെ ആയിരുന്നല്ലോ സർവീസ്. അന്നത്തെ റെയിൽവേ കമ്പനി സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി ഇത് കോഴിക്കോട് വരെ സർവീസ് നീട്ടുവാനായിട്ട്. അങ്ങനെ അന്നത്തെ മലബാറിൻ്റെ ആസ്ഥാന നഗരം കൂടിയാണല്ലോ കോഴിക്കോട്. അന്നത്തെ പൗരപ്രമാണികളും അന്നത്തെ അവിടുത്തെ മെയിൻ ആൾക്കാരും എല്ലാം കൂടെ ഒരു യോഗം ചേർന്നു ഇത് കോഴിക്കോട് വരെ നീട്ടുന്നതിനെക്കുറിച്ച്. 1860 ഫെബ്രുവരി 9 ആ യോഗം. ആ യോഗത്തിലൊരു തീരുമാനമുണ്ടായി, സർക്കാരിന് നിവേദനം കൊടുക്കണം. അന്നത്തെ യോഗത്തിൽ എല്ലാവരും കൂടെ ഗവൺമെൻറ്റിനൊരു നിവേദനം കൊടുത്തു. അന്നത്തെ ആ നിവേദനം ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും 1888, കൃത്യമായിട്ട് പറഞ്ഞാൽ 28 വർഷങ്ങൾക്ക് ശേഷം 1888 ജനുവരി 2 തിരൂരിൽ നിന്നുള്ള ബേപ്പൂർ ലൈൻ കോഴിക്കോട് വരെ നീട്ടി. അങ്ങനെ തിരൂർ കോഴിക്കോട് ലൈൻ 1888 ജനുവരി 2 യാഥാർത്ഥ്യമാകുകയും ചെയ്തു. ഇത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി. ഇത് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു NST 5 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് ഈ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. വലിയ പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല പരപ്പനങ്ങാടി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനമുള്ള റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ്. എന്താണ് പരപ്പനങ്ങാടിയുടെ ബോർഡ് തലതിരിഞ്ഞിരിക്കുന്നത്? കൊള്ളാം. കുറേ നേരമായി ഇവിടെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നു. എന്താ റീസൺ എന്നറിയില്ല. ഇപ്പോൾ ഇവിടെ ട്രെയിൻ വന്നിട്ട് ഒരു 15 മിനിറ്റ് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും നേരമൊന്നും സ്റ്റോപ്പില്ല. മൊത്തം 2 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ്. പ്രത്യേക ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ
1660 തിരുവനന്തപുരം സെൻട്രൽ നിന്നും മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന ഏർനാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരും. ഈ കടന്നു വരുന്ന ട്രെയിൻ കണ്ടോ? ഇതാണ് തിരുവനന്തപുരത്തു നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഏറനാട്. നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്ന ട്രെയിനാണെങ്കിൽ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഏറനാട്. അപ്പോൾ രണ്ട് ഏറനാടിൻ്റെ ഒരു മീറ്റിംഗ് പ്ലേസ് ആണിത് ഇന്ന് പരപ്പനങ്ങാടി കേട്ടോ. വളരെ റെയറായിട്ടുള്ള ഒരു ഓവർടേക്കിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം പോകുന്ന ഏറനാടും മംഗലാപുരം പോകുന്ന ഏറനാടും രണ്ട് ട്രെയിനിൻ്റെ മിഡിലിലൂടെ ഒരു അടിപൊളി സൂപ്പർ ഫാസ്റ്റ് തേണ്ട ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത് കണ്ടോ. അതാണ് ലോക്മാന്യ തിലകിൽ നിന്ന് ട്രിവാൻഡ്രം നോർത്ത് വരെ പോകുന്ന AC ഗരീബ് രഥ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിനെയാണ് ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്ന് പോസ്റ്റാക്കി ആ ട്രെയിൻ കയറുന്നു പോയത് കേട്ടോ. മംഗലാപുരത്തിന് പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിൻ്റെ ഇവിടുന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഇനി സിഗ്നൽ കിട്ടണമെങ്കിൽ ഗരീബ് രഥ് 2 സ്റ്റേഷൻ താണ്ടിയാൽ മാത്രമേ ഇനി സിഗ്നൽ കിട്ടുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടുതലായി ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ റൂട്ടിൽ ഒത്തിരി കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇങ്ങനെയുള്ള ഓവർടേക്കുകൾ. അങ്ങനെ 15 മിനിറ്റ് പരപ്പനങ്ങാടി നിർത്തിയിട്ട ശേഷം ട്രെയിന് ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. ഗരീബ് രഥ് 2 സ്റ്റേഷൻ താണ്ടിയെന്ന് തോന്നുന്നു. ട്രെയിന് സിഗ്നൽ കിട്ടി. ഇനിയിപ്പം നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ താനൂരിലാണ്. അപ്പോൾ ഇവിടുന്ന് 10 മിനിറ്റ് റണ്ണുണ്ട് താനൂർ വരെ. ഈ ട്രാക്കിലൂടെയുള്ള ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രെയിൻ പോകുന്ന ട്രാക്കാണ് ഈ മംഗലാപുരം മുതൽ ഷൊർണൂർ വരെയുള്ള ഈ ട്രാക്ക്. ഇനി ഒരു 130 കിലോമീറ്റർ സ്പീഡ് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിൽ അത് ഈ റൂട്ടിലായിരിക്കും ആദ്യം വരുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് താനൂർ. മലപ്പുറം ജില്ലയിലാണ് താനൂർ. ഇത് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു NSG 5 കാറ്റഗറിയിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ മൊത്തം 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. മാംഗോ ജ്യൂസ് തണുപ്പുള്ളത്. രണ്ട് മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരൂരാണ്. അങ്ങനെ നമ്മുടെ അതിപുരാതനമായ ഈ പാതയിലൂടെയുള്ള യാത്ര തിരൂർ കൊണ്ട് തീരുകയാണ്. തിരൂർ ബേപ്പൂർ ലൈനാണല്ലോ ഏറ്റവും പുരാതനമായ കേരളത്തിലെ റെയിൽവേ ട്രാക്ക്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തിരൂർ.
സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന NSG 3 കാറ്റഗറിയിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ. നമ്മുടെ ട്രെയിൻ തിരൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ തിരുവനന്തപുരത്തേക്ക്. അടുത്ത സ്റ്റേഷൻ വരുന്നത് കുറ്റിപ്പുറമാണ്. കേരള സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഈ പറഞ്ഞ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തിരൂർ. കോഴിക്കോട് നിന്ന് കൃത്യം പറഞ്ഞാൽ 41 കിലോമീറ്റർ അകലെ കോഴിക്കോട് ഷൊർണൂർ പാതയിലെ ഒരു ഇടയിലുള്ള ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ പറഞ്ഞ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിൽ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ടോ ഒരു മാവിന് ചുറ്റും കണ്ടോ മാർബിളൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ പരിപാലിക്കുന്ന കാണുമ്പോൾ അടിപൊളി. ഇങ്ങനെയുള്ള മരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ളത് എന്ത് നല്ലതാണല്ലേ. ഇപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണുന്നവർ തിരൂരിലും പെയ്ഡ് AC എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് കേട്ടോ. ഇതിനൊരു മണിക്കൂറിന് ചാർജ് വരുന്നത് 30 രൂപയാണ്. പിന്നെ ഇത് ഈ സൈഡിലോട്ട് വരുമ്പോഴാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട്, മാർബിളൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന വഴിയാണ് റൂമും കാര്യങ്ങളുമൊക്കെ IRCTCയുടെ. ഇത് മെയിൻ എൻട്രൻസ് ആണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കോഴിക്കോട് നിന്ന് തിരൂർ വരെയുള്ള ചരിത്രപ്രധാനമായ പാതയിലൂടെയുള്ള യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ട്രാക്കിലൂടെയാണ് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയെന്ന് പറഞ്ഞാൽ എന്താല്ലേ 164 വർഷങ്ങൾക്ക് മുമ്പ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. അമൃത് ഭാരതിൻ്റെ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ കംപ്ലീഷൻ കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും ഈ സ്റ്റേഷനുകളൊക്കെ കാണുവാനായിട്ട്. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം ഫിനിഷ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ വർക്കെല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.